മൂന്നാമത്തെ ഫസല് എന്തിൻ്റെ? അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കള് അവരുടെ തരീഖത്ത് എന്നുള്ളത് എന്തിൻ്റെ മേലാണ് എടുത്തിട്ടുള്ളത്? അതിൻ്റെ ബേസ്മെൻ്റാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഇനി തരീഖത്തിന് ഇൻകാറാക്കുന്നതിന് അർത്ഥമില്ല. ഇങ്ങനെ ഇപ്പം കാട്ടിക്കൂട്ടൽ കണ്ടിട്ടാണ് ഇതാണ് തരീഖത്ത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാമിലില്ല എന്ന് പറയുന്നതിൻ്റെ കള്ളി. ഏലം അതാ എന്താ ഫീമാ വറദ മിൻ കലാമി സലഫി വൽ ഖലഫ ഫീ ഫളിൽ ഇൽമി വഅഹ്ലിഹി. ഇൽമിൻ്റെ മഹത്വത്തിനെ കുറിച്ചും ഇൽമിൻ്റെ അഹ്ലുകാര മനസ്സത്തിനെ കുറിച്ചും സലഫുസ്സാലിഹീങ്ങളും അതായത് സഹാബിമാരുടെ കാലം മുതൽ ഖലഫ് ഏതാണ് അങ്ങനെ ഇങ്ങോട്ടുള്ള സാധാരണ ഔലിയാക്കളൊക്കെ പറഞ്ഞത് കലാമിനെ ഉദ്ധരിക്കലാണ്. അപ്പം എല്ലാം കൂടെ കൂടുമ്പോൾ വമ്പിച്ചൊരു ഇജ്മാ ഉണ്ടാകും. യഅലം അന്ന ഫളിൽ ഇൽമി ലാ യഖ്ഫാ അലാ അഹദിൻ. അത് മൂപ്പറൽ മുഖദ്ദിമയാണ്. ഇൽമിൻ്റെ മഹത്വം ഒരാൾക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ഇതിൽ ഇൽമു ഹുവൽ മുഖ്തസ ബിൽ ഇൻസാനിയ, മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഇൽമു എന്നുള്ളത്. അതുകൊണ്ട് ലിഅന്ന ജമീഅൽ ഖിസാലി സിവൽ ഇൽമി, ഇൽമു ഒഴികെയുള്ള ബാക്കി കാര്യങ്ങൾ എടുക്ക്. യശ്തരികു ഫിഹൽ ഇൻസാനു ഗൈറുഹു, ഇൻസാനും ഗൈറും കൂറാകും മിനൽ ഹൈവാനാത്തിൽ നിന്ന്. എന്തുകൊണ്ട്? നുള്ളറിയും, ഉണ്ട്, അതിന് ബസറുണ്ട്, മണമുണ്ട്, അല്ലേ, തിന്നല് കുടിക്കലെല്ലാം ഉണ്ട്. ഇൽമിൻ്റെ ഫീൽഡിൽ മൃഗത്തിനെ പഠിപ്പിക്കാൻ എന്ന ഒരു LKG ക്ലാസ് പോലെ എവിടെയും കാണൂല. അതിനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയും കാണൂല. അതാ എന്തെല്ലാണത്? ഷജാഅത്ത് ധരിക്കും പൊരിക്കലും ഭയങ്കര ഷജാഅത്തില്ല. എന്ത് വന്നാലും ഇങ്ങനെ എണീച്ച് നിന്നാലും ആൾ പാഞ്ഞില്ലേ. വൽ ഖുവ്വത്തുണ്ട്, ഷഫഖത്തുണ്ട്, അതിനെ മക്കളോട് കാരുണ്യം കാണുന്നില്ലേ. എന്നാൽ മനുഷ്യന് ഉള്ളത് പ്രത്യേകതയാണ് ഇൽമ്, അതതില്ല. വബിൽ ഇൽമി അദ്ഹറല്ലാഹു ഫദ്ല ആദമ അലൈഹിസ്സലാം അലൽ മലായിക, മലായികത്തിനേക്കാളും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള ഫദ്ല് ഇൽമ് ഉപയോഗിച്ചാണ് അള്ളാഹു തആല തെളിയിച്ചത്. വഅല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞിട്ടാണ് സുജൂദ് ചെയ്യാൻ പറയുന്നത്. വഅമറഹും ബിസ്സുജൂദി ലഹു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതും. അവ രണ്ടായി. വഅയ്ദൻ ഹുവൽ വസീലതു ലിൽ വുസൂലി ഇല സഅദത്തിൽ അബദിയ്യ, കാലാകാലമുള്ള സആദത്തിലേക്ക് ചെന്നു ചേരാനുള്ള വസീലയാണ് ഇത് ഇൽമ്. അത് മറ്റൊന്ന് എപ്പോൾ ഇം വക്കാൽ അമല ബി മുഖ്തല്ലാഹു, അതിനെ മുഖ്ത അമൽ ചെയ്തെങ്കിലേ മൂന്നാമത്തെ വസീലയാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഫീനഫ്സിൽ ഫദീലത്ത്. ഒരാളെ വമ്പിച്ചൊരു മൈലാറോ വമ്പിച്ചൊരു ആലിമാണ്, അയാളെ പഠിച്ച ആളാണ്, അതെപ്പുണ്ട്. قال أمير المؤمنين رضي الله عنه الإمام علي بن أبي طالب كرم الله وجهه ورضي الله عنه പറഞ്ഞു അൽ ഇൽമു ഖൈറും മിനൽ മാൽ, മുതലിനേക്കാണ് ഇൽമാണ് ഖൈറ്. എന്നിട്ടോ അൽ ഇൽമു യഹ്റുസുക, ഇൽമ് നിന്നെ കാക്കും. വഅൻത തഹ്റുസുൽ മാല, നീ മുതൽ കാക്കേണ്ടി വരും. അതിനെ ഭദ്രമായി വെച്ചിട്ടില്ലെങ്കിൽ അത് പോയത് തന്നെ. അൽ ഇൽമു യസ്കു അൽ ഇൻഫാഖി, ഇൽമ് ചെലവാക്കും തോറും വർദ്ധിക്കും. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും നേരിടും എന്ന് പറഞ്ഞ വാക്കാണിത്. കൊണ്ടുപോകില്ല ചോരന്മാർ, അതേതാണ്? അതാ വാന്തത്തെ ഹരിസുൽമാല. കൊടുക്കും തോറും നേരിടും, കൊടുക്കും തോറും വർദ്ധിക്കലാണ്. വൽമാലു തൊങ്കിസുഹുൻ നഫക, ചെലവാക്കിയാ തീർന്നു പോകും മാലി, അല്ലേ. ഇനി അൽ ഇൽമു ഹാക്കിമുൻ, ഇൽമു ഹാക്കിമാണ്. ഇന്നത് ഈ മുതൽ ഹലാലാണ്, ഇമ്മുതൽ ഹറാമാണ്, ഇമ്മുതൽ സുബഹത്താണ്, ഇതിത്ര എന്നെല്ലാം വിധി കൽപ്പിക്കുന്നവരാണ് ഇൽമാണ്. അപ്പോൾ അൽ മാലു മഹക്കൂമുൻ അലൈഹി, ഈ ഇൽമ വിധി കൽപ്പിച്ച മഹക്കൂമുൻ അലൈഹി എന്നാല് മാലു. അൽ ഇൽമു യക്സിബുൽ ആലിമ ത്വാഅത ഫീ ഹയാതിഹി, ഇൽമെന്താക്കും ഒരു ആലിമിന്, അതറിഞ്ഞ ആലിമിന് അവരുടെ ജീവിതകാലത്ത് ത്വാഅത്തിന് ഉണ്ടാക്കി കൊടുക്കും. ത്വാഅത്ത് അങ്ങനെ അള്ളാഹ് കൈപ്പെടലല്ല, ഇദ്ദേഹം പറഞ്ഞാൽ ഇൽമുള്ള ആൾ പറഞ്ഞാൽ അനുസരിക്കണ്ടേന്ന് പറഞ്ഞു. മൗത്തിന് ശേഷം അവർ പറ്റിയുള്ള നല്ല വർത്തമാനങ്ങളും ജനങ്ങളെന്താക്കും മദ്ഹ് പറയും, ആലിമിന്റെ മഹത്വം പറയും. വമഹബ്ബത്തുൽ ഇൽമി, ഇൽമിനോടുള്ള മഹബ്ബത്ത് ദീനുൻ യുദാനു ബിഹാ, അതുകൊണ്ട് ദീനാക്ക് ഉപയോഗിക്കുക. ഇൽമിനോടുള്ള മഹബ്ബത്ത്, പണത്തിനുള്ള മഹബ്ബത്തോ എല്ലാ ഷർറിൻ്റെയും
അടിത്തറയാണ്. വമൻഫഅത്തുൽ മാലി തസൂലു ബിസവാലിഹി, മുതൽ കൊണ്ടുള്ള ഉപകാരം ആ മുതൽ തീരലോടുകൂടി തീർന്നുപോയി. മാത ഖുസാനുൽ അംവാലി, മുതലിൻ്റെ സൂക്ഷിച്ചു വെക്കുന്ന ഖാസിനീങ്ങൾ മരിച്ച് ബഹും നഹ്യാ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്താക്കും? ഓർമ്മിച്ചാളാം. വഹും ഹാലാന്ന്. വൽ ഉലമാഉ ബാഖൂന, ഉലമാഉ മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരാണ്. നബിമാമിന്റെ പേരെന്ന് കേട്ടോക്കെ റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ കബീർ ദിഫായി റളിയല്ലാഹു, അവർ മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരാണ്. ബാഖിയദ്ദഹ്റു മാ ബഖിയദ്ദഹ്റു, കാലകാലം. അയ്യാനുഹും മഖ്കൂദത്തുൻ, അവരുടെ തടി ഇപ്പം കാണാനുണ്ടാവില്ലെങ്കിലും വഅംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദത്തുൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർ എപ്പോൾ സജീവമാണ്. അവർ മിസാലി എന്താ പറച്ചിൽ, ഇതൊക്കെ റിക്കാർഡാക്കിയിട്ട് രേഖപ്പെടുത്തണ്ടല്ലേ? അല്ല, ഒരു കിതാബിനെ മാറ്റി വരച്ചാൽ മുഅബ് പറഞ്ഞാൽ തെറ്റലില്ല. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നാസു മിൻ ജിഹത്തി തംസീലി അക്ഫാഉ അബൂഹുമു ആദമുൻ വൽ ഉമ്മു ഹവ്വാഉ. പരസ്പരം തംസീലാക്കി പറഞ്ഞാൽ എല്ലാവരും ആരാണ്? ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീബിൻ്റെയും മക്കളാണ്. പിന്നീട് വ്യത്യാസം വന്നു. ചിലർക്ക് ഫളായിൽ കൂടുന്നുണ്ടല്ലോ. അത് ഇൽമ് അമലിൻ്റെ വിഷയത്തിൽ അതാ അക്ഫാ തുല്യരാണ്. അബൂഹുമു ആദമു, ഉപ്പ ഉമ്മു ഹവ്വാവു കേട്ടോ. ഫഇയ്യകും ലഹുമു ഫീ അസ്ലിഹിം ശറഫുൻ യുഫാഖിറൂന ബിഹി ഫത്തീനു വൽ മാഉ. ഫഇയ്യകും ലഹും, അവർക്കുണ്ടാവുകയാണെങ്കിൽ ഫീ അസ്ലിഹിം, അവർ അസ്ലിൽ ഷറഫുൻ, ഷറഫുണ്ടാവുകയാണെങ്കിൽ. എങ്ങനത്തെ ഷറഫ്? യുഫാഖിറൂന ബിഹി, പരസ്പരം ഫഖർ പറയാവുന്ന ഷറഫുണ്ടാകണമെങ്കിൽ എന്താ ഉള്ളത്? ഫത്തീനു വൽ മാഉ, തീനും മാവുക പറയാനുണ്ടാവില്ല. എല്ലാവർക്കും തീനും മാവുണ്ട്, അസ്ലിലേക്ക് പോയാൽ. മൽ ഫഖറു ഇല്ലാ ലിഅഹ്ലിൽ ഇൽമി ഇന്നഹും അലൽ ഹുദാ ലിമൻ ഇസ്തഹദാ അദില്ലാഉ. മൽ ഫഖറു, ഫഖറല്ല, ഇല്ലാ ലിഅഹ്ലിൽ ഇൽമി, ഇൽമിൻ്റെ അഹ്ലുകാർക്കല്ലാണ്ടില്ല. എന്തുകൊണ്ട്? ഇന്നഹും, അവര് അതില്ല വഴികാട്ടികളാണ് എന്ന് അതിൻ്റെ ഖബറപ്പുറം എന്നതാണ്. എന്തിൻ്റെ മേൽ വഴികാട്ടും? അലൽ ഹുദ, ഹിദായത്തിൻ്റെ മേൽ വഴികാട്ടും. ആലലിമൻ ഇസ്തഹദ, അവരോട് ഹിദായത്ത് ചോദിച്ചവർക്ക്. അവരുടെ പക്കൽ നിന്ന് ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് വഴി കാണിച്ചു കൊടുക്കും. വഖദറു കുല്ലി ഇംറിഇൻ മാ കാന യുഹ്സിനുഹു വൽ ജാഹിലൂന ലിഅഹ്ലിൽ ഇൽമി അഅദാഉ. ഓരോ മനുഷ്യൻ്റെയും ഖദർ അവൻ്റെ അറിവനുസരിച്ചാണ്. മാക്കാന യുഹ്സിനുഹു, അവനെന്തിനു പറ്റും, എന്ത് അറിയാം എന്നുള്ള നോക്കിയിട്ടാണ്. ജാഹിലീങ്ങൾ ഇൽമിൻ്റെ ഹരികാരുടെ എപ്പോൾ ശത്രുക്കളായിരിക്കും. ഇപ്പം കാണുന്നുണ്ടല്ലോ. فخذ بعلم تعش حيا به أبدا الناس موتى وأهل العلم أحياء. അതുകൊണ്ട് ഫുസ് ബി ഇൽമിൻ, ഒരു ഇൽമ് കൊണ്ട് നീ വിജയിക്കണം. എങ്ങനത്തെ ഇൽമാണ്? തായിഷ് ഹയ്യൻ, നീ ഹയ്യായിട്ട് ജീവിക്കും. ബിഹി, ആ ഇൽമു കാരണത്താൽ, അബദൻ, എപ്പോഴും എപ്പോഴും ഹയ്യായി ജീവിക്കാൻ പറ്റുന്ന സജീവമാക്കുന്ന ഇൽമ് നീ കൊണ്ട് ഷോലാവണം. അന്നാസു മൗത്ത, ജനങ്ങളെല്ലാവരും മരിച്ചവരാണ്. വാഹിലുൽ ഇൽമി അഹ്യാഉ, ഇൽമിൻ്റെ അഹ്ലുകാർ ഹയാത്തുള്ളവരാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, കഫാ ബിൽ ഇൽമി ശറഫൻ, ഇൽമിന് ഷറഫിനാൽ മതി. എന്ത്? അറിയാത്തോനിക്കും കള്ളമായിട്ട് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എനിക്ക് വലിയ മതഹായല്ലോ. അയാൾ നല്ല വിവരിച്ചനാന്ന് വെറുതെ ചാർത്തി കൊടുത്താൽ മതി. ഉണ്ടെന്നു പറഞ്ഞു കിട്ടിയാൽ മതി. ഇല്ലെങ്കിലും അതേ അവസരത്തിൽ ഒരു ജാഹിലിനോട് ജഹിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ പക്കം തല്ലിവിട്ടു. ജാഹിലാണെങ്കിലും അതാ. വഖാല റളിയല്ലാഹു അൻഹു, കഫാ ബിൽ ഇൽമി ശറഫൻ അൻ യദ്ഇയഹു മൻ ലാ യുഹ്സിനുഹു. ഇൽമിനെ വേണ്ട പോലെ അറിയാത്ത ആളും എന്താക്കും? ഇൽമി ബാധിക്കും. വയഫറഹു, അവൻ സന്തോഷിക്കും. ഇദാ നുസ്ബ ഇലൈഹി, ഇൽമിനെക്കുള്ള ചെറുക്കപ്പെട്ടാൽ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പണ്ഡിതനാന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ കളവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ലേ?
നമ്മളെ മുമ്പിലിരിക്കുന്ന ആരാന്നറിയോ, അയാൾക്ക് തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും അതിൻ്റെ ലാഹിറും ബാത്തിനും എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഓരോ പറച്ചിലും ഇങ്ങനെ എല്ലാം ഒന്നുണ്ടാവും. വകഫാ ബിൽ ജഹ്ലി ദമ്മൻ, ജഹലിനെ ദമ്മായിട്ട് മതി, വേറൊന്നും പറഞ്ഞില്ല. ജഹലുള്ള ആള് ഇതാക്ക് കള്ളി തിരിയല്ല എന്നിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടാവും. ജഹല് വെളിപ്പെടാൻ പാടില്ല, ഒഴിഞ്ഞു മാറും. എന്നിട്ടോ അതിലെങ്ങാനും ചേർത്ത് പറഞ്ഞെങ്കിൽ ഓനിക്ക് എന്താക്കും, ദേഷ്യം പിടിക്കും, ഹാലളും. ഇത് ഇൽമിന്റെ മഹത്വവും ജഹലിന്റെ പോരായ്മയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. വഖാല ഇമാമുൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ചരിത്രം മുമ്പ് പറഞ്ഞുകൊണ്ട് ഇനി പറയൂല. ഫീ ഖൗലിഹി തആല റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ എന്നുള്ള ദ്വാരക്കലി. ദുനിയാവിലുള്ള ഹസനത്ത് എന്താണ്, ആഖിറത്തിലുള്ള ഹസനത്ത് എന്താണെന്ന് അവർ പറയുന്നു. ഇന്നൽ ഹസനത ഫിദ് ദുനിയാ, ദുനിയാവിലുള്ള ഹസനത്ത് ഹിയൽ ഇൽമു വൽ ഇബാദത്താണ്. ഓരോ വ്യാഖ്യാനങ്ങളില്ലേ. വഫിൽ ആഖിറതി ഹിയൽ ജന്നത്തു, അതിൻ്റെ പ്രതിഫലമായ സ്വർഗമാണ് എന്നും പറഞ്ഞു. വഖാല റഹിമഹുല്ലാഹു പറയുന്നു, ഒരു ഹസനുൽ ബസരി, ലൗ കാന ലിൽ ഇൽമി സൂറത്തുൻ, ഇൽമിന് ഒരു ഹിസ്സിയായ സൂറത്ത് ഉണ്ടാവുകയാണെങ്കിൽ, മാനവിയായ സൂറത്ത് അതിനുണ്ടല്ലോ, ലകാനത്ത് സൂറത്തുഹു, അതിൻ്റെ ഹിസ്സിയായ സൂറത്താകുമായിരുന്നു, ഹസന മിൻ സൂറത്തി ശംസി വൽ ഖമരി വൻ നുജൂമി വസ്സമാ, ആകാശത്തിൻ്റെയും നുജൂമിൻ്റെയും ഖമറിൻ്റെയും ശംസിൻ്റെയും സൂറത്തിനെ കാണാം, അത് വളരെ തിളങ്ങുന്നതായിരിക്കും ഉണ്ടെങ്കിൽ. وقال ابن عباس رضي الله عنهما خير سليمان عليه السلام ان الله تعالى خيار കൊടുത്ത് ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി, ഇൽമിൻ്റെ ഇടയിലും അതുപോലെ സമ്പത്തിൻ്റെ ഇടയിലും രാജാധികാരത്തിൻ്റെ 3 സാധനം വെച്ചിട്ട് കൊടുത്തു. എന്താ വേണ്ടത്? ഫഖ്താറൽ ഇൽമ, മൂപ്പർ ഇൽമിനെ തിരഞ്ഞെടുത്തു. നല്ല ബുദ്ധിപരമായി തിരഞ്ഞെടുക്കലാണ്. ഫഅതാ അല്ലാഹുൽ മാല വൽ മുൽക്ക്, കൂടെ എന്താക്കി, മാലും മുൽക്കും പിന്നാലെ വന്നു. وقال سيدنا عيسى عليه السلام من تعلم وعمل وعلم, അവരാട് പഠിച്ച് അതുകൊണ്ട് അമൽ ചെയ്ത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചാൽ, فذلك يدعى عليما في ملكوت السماء, ആകാശ ലോകത്തിൻ്റെ മലക്കൂത്തിൽ അലീം എന്നാണ് അവൻ്റെ പേര്. പഠിപ്പിക്കുന്ന ഒരു മസ്അലയായാലും മതി, ഇവനത് പഠിക്കുക എന്നല്ലാണ്ട് വലിയ ഏത് കോട്ട് വാങ്ങണം ചോദിക്കണ്ട. ഒരു മസ്അല, ഒറ്റ രുചിയ മസ്അല പഠിക്കുക, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് ഇങ്ങനെ വേണ്ടുന്ന പഠിപ്പിച്ചു കൊടുത്തേക്കും. അവൻ്റെ പേര് മലക്കൂത്ത് സമാവാത്തിൽ പേരെന്താണ്? അലീം. وقال أبو الدرداء رضي الله عنه പറയുന്നു, അൽ ആലിമു വൽ മുതഅല്ലിമു ശരീകാനി ഫിൽ ഖൈർ. ആലിമാവട്ടെ മുതഅല്ലിമാവട്ടെ, മുതഅല്ലിമ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇപ്പോഴത്തെ ഇസ്തിലാഹ പ്രകാരമുള്ള മുതഅല്ലിമ് എന്ന് പറയാൻ പാടില്ല. നമ്മെല്ലാം മുതഅല്ലിമാണ്. നമ്മ ആലിമൊന്നും ആയിട്ടില്ല, ഞാനൊട്ടും ആയിട്ടില്ല. എവിടെയെങ്കിലും ആലിമാകല് എപ്പം പഠിക്കും. ശരീകാനി ഫിൽ ഖൈർ, ഖൈറിൻ്റെ വിഷയം രണ്ടാളും ശരീക്കും മാറാണ്. ഇല്ല ആലിമനാവും മുതഅല്ലിമെന്ന്. ദുന്യാവിലെ സകല വസ്തുക്കളും എന്താണെന്ന് പറഞ്ഞത്? മൽഊൻ. ഇല്ല ആലിമൻ ഇല്ല ദിക്റുല്ലാഹി വമാ വാലാഹു ഔ ആലിമൻ ഔ മുതഅല്ലിമൻ. വസായിറുന്നാസി ഹമജുൻ ലാ ഖൈറ ഫീഹി, മറ്റുള്ളതോ ഇത് ഈ രണ്ടും ഇൽമുമായിട്ട് ബന്ധമില്ലാത്തത്. ഹാമജ് എന്ന് പറഞ്ഞാൽ ഒരു മൃഗങ്ങളെ തുല്യം. അതിൻ്റെ ഹാമജിൻ്റെ മാനയാണ് ലാ ഖൈറ ഫീഹി, ഓരെടുക്കാൻ പറഞ്ഞ ഖൈർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വഖാല അബൂ മുസ്ലിമിൻ അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, നമ്മുടെ താബീങ്ങളെ കൂട്ടത്തിൽ ഒരെണ്ണിട്ടുണ്ട് അബൂ മുസ്ലിമിൻ സുമ്മ റബീഉ എന്ന അബൂ മുസ്ലിമാണ്. മൂപ്പറെ ചീലിട്ടത്, ചീലിട്ട് കഴിയാണ്ട് രക്ഷപ്പെട്ടില്ലേ. എന്നിട്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ചിട്ട് കൈയും പിടിച്ച് സിദ്ദീഖ് തങ്ങളെ അടുത്ത് കൊണ്ടുപോയതും വേറെ കൈയെടുത്ത് ദേഹം തടങ്ങിയതും നീണ്ട ചരിത്രമാണ്. അതുപോലെ അത്താബിഉൽ കബീർ, അവർ അത് ശരിയല്ലെന്ന് അവർ പറയുന്നു. അത്താബിഉൽ കബീർ അബൂ മുസ്ലിം അബ്ദുല്ലാഹ് ഇബ്നു സുവബിൽ ഖൗലാനി ദാറാനി, വഫാത്ത് 62 ഹിജ്റ. മിൻ അഹ്ബാരിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഉന്നത പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. അത് അബൂ മുസ്ലിമിൽ ഖൗലാനി. വസുഹാദിഹ വഹുകമാഇഹ,
കണ്ടാ അസ്ലമ ഫി അയ്യാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ മൂപ്പർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വദഖലൽ മദീനത ഫി ഖിലാഫത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്താണ് മദീനയിലേക്ക് വന്നത്. ഹല്ലാഹുൽ ദഹബി ഇമാം ദഹബി അവർക്ക് സ്ഥാനപ്പേര് കൊടുത്തത് ബിസയ്യിദ് താബിഈൻ മസാഹിദിൽ അസ്ർ എന്നാണ്. ദാരിയൻ ശാം ഖബറുൻ യുസാർ യുഖാലു ഇന്നഹു ഖബറുഹു. ഷാമിലുള്ള ദാരിയ എന്ന സ്ഥലത്തൊരു ഖബർ കാണുന്നുണ്ട്, എപ്പോഴും സിയാറത്തും നടക്കുന്നുണ്ട്, അത് അവരെ ഖബറാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പം മക്കത്ത് കാണുന്നത് ഏതായാലും ഒരു ഖബർ ഉണ്ടല്ലോ. എന്താന്ന് പറഞ്ഞ പദവി സുബ്ഹാനല്ലാഹി. അതാ എന്തായി മസലുൽ ഉലമായി ഫിൽ അർളി, ആലിമീങ്ങൾക്കുള്ള പദവി ഭൂമിയിൽ മസലുൻ നുജൂമി ഫിസ് സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ പദവി പോലെയാണ്. എന്തായിരിക്കും? നക്ഷത്രങ്ങളൊന്നും തിളങ്ങിയിട്ടില്ലെങ്കിൽ ഭൂമിയിൽ കംപ്ലീറ്റ് ഇരുട്ടാണ്. ഇനി ഒന്ന് തിളങ്ങിയോ അത്ര കൊണ്ട് വെളിച്ചം, ഏതെങ്കിലും ഒന്നിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാൽ അതങ്ങ് കരക്കല്ലടിഞ്ഞു. ഇന്ന ജിഹത്തിൽ ഇന്ന നക്ഷത്രം ഉണ്ടാകുന്ന കണക്ക് പിടിച്ചാൽ അതാണ് ഇതാ ബദത്തിൽ ഇന്നാസി ഹിതദൗ ബിഹാ ഈ നുജും. അപ്പൊ വജുഹുശബഹ പറയുന്നു, ആ നക്ഷത്രങ്ങൾ ജനങ്ങൾക്ക് വെളിപ്പെട്ടാൽ അതുകൊണ്ട് വഴി കാണുന്നുണ്ടല്ലോ. വൈദാ ഖഫിയത് അലൈഹിം തഹയ്യറു, അത് മറഞ്ഞു പോയെങ്കിൽ എല്ലാവരും ബേജാറിലായി എന്നതുപോലെയാണ്. വഖാല അബൂ അസ്വദ് ദുവലി റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണത്? അബൂ അസ്വദ് ദുവലി ഇബ്നു അംർ ദുവലി കിനാനി. 69-ലാണ് മൂപ്പർ വഫാത്ത് ഹിജ്റ. വാദിഉ ഇൽമിൻ നഹ്വ്, ഇൽമുൻ നഹ്വിനെ കോർവ ചെയ്തവർ മൂപ്പറാണ്. നഹ്വിന്റെ ഇൽമ പണ്ടേ ഉണ്ട്. അറബികളെയും ഖുർആനെ ഇബാറത്തിൽ നഹ്വ് എല്ലാം അടങ്ങിയിട്ടല്ലേ ഉള്ളത്. അതിനെ കോർവ ചെയ്തിട്ട് ഇന്നത് വന്നാൽ ഇങ്ങനെയാ വായിക്കേണ്ടത്. അതിന്റെ വാദിഅൻ ഉണ്ടാക്കിയാളല്ല. അവലുമാൻ നഖത്തൽ മുസഹഫ്, മുസഹഫിന്റെ അക്ഷരങ്ങൾ വേർതിരിക്കാൻ വേണ്ടി പുള്ളി കൊടുത്തില്ലേ? അലിഫിന് പുള്ളി വേണ്ട, ബാക്ക് അടിയിൽ പുള്ളി, താക്ക് മേലെ 2 പുള്ളി എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചല്ലോ. അതിന്റെ അവൽ പറ കാന ഫഖീഹൻ ഷാഇറൻ ഫാരിസൻ, നല്ല കുതിരയോട്ടക്കാരനുള്ള യോദ്ധാവാണ്, ഷായിറുമാണ്, ഫഖീഹുമാണ്. വലിയ ഇമാറത്തൽ ബസറത്ത് അയ്യാമ അലി റളിയല്ലാഹു അൻഹു കാലത്ത് ബസറയിലുള്ള അമീറുമായിരുന്നു. വബിഹാ വഫാത്തു, അവിടെ തന്നെയാണ് വഫാത്ത്. ഈ അബൂ അസ്അദ് ദുവലി പറയുന്നു, ലൈസ ശൈഉൻ അഅസ്സ മിനൽ ഇൽം, ഇൽമിനാക്കാണ് ഇസ്സത്തുള്ള ഒരു സാധനം വേറെയില്ല. അൽ മുലൂകു ഹുക്കാമുൻ അലന്നാസ്, ജനങ്ങളെ ഭരിക്കുന്നവരാണ് അത് രാജാക്കന്മാർ. വൽ ഉലമാ ഹുക്കാമുൻ അലൽ മുലൂക്, രാജാക്കന്മാരെ ഭരിക്കുന്നത് ആരാണ്? ഇൽമിനാണ്. അപ്പം ഇന്നാള് ഈസയിൽ പറഞ്ഞില്ലേ, നബി എന്താക്കും? താലൂത്തിനെ ഭരിക്കും, താലൂത്ത് ജനങ്ങളെ ഭരിക്കും. ഖാല സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞു, പ്രസിദ്ധമായ 2 സുഫ്യാനല്ലേ, ആരാണത്? അൽ അല്ലാമത്തുൽ മുഫസ്സിറു അൽ ഹാഫിദു ശൈഖുൽ ഇസ്ലാം അബൂ മുഹമ്മദ് സുഫ്യാൻ ഇബ്നു ഉയൈന അൽ ഹിലാലി അൽ കൂഫി റളിയല്ലാഹു. മറ്റേ സുഫ്യാന്റെ ശിഷ്യനാണെന്നും പറയും. ഇത് സുഫ്യാൻ ഇബ്നു ഉയൈന, മറ്റേ സുഫ്യാൻ അസ്സൗരി. 107, 198. മുഹദ്ദിസുൽ ഹറമിൽ മക്കി, മക്കത്തെ ഹറമിലെ മുഹദ്ദിസാണ്. വലിദ ബിൽ കൂഫയിലാണ് ജനനം. വസക്കന മക്ക, മക്കയിൽ താമസിച്ച് വബിഹാ തൂഫി, അവിടെ തന്നെയാണ് വഫാത്ത്. അപ്പം മക്കയിലായിരിക്കണം ഒരു ഖബർ, മഹല്ലാത്തിൽ. കാന ഇമാമൻ ഹുജ്ജത്തൻ ഹാഫിളൻ, എന്താ പറയണ്ട ഇപ്പോൾ? ഒരു ഇമാമായിരുന്നു, ഹുജ്ജത്തായിരുന്നു, ഹാഫിളായിരുന്നു. വാസിഅൽ ഇൽം, വിശാലമായ ഇൽമാണ്. കബീർ അൽ ഖദർ. ഖാല അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലൗലാ മാലിക്കും വസുഫിയാൻ, 2 നേതാക്കന്മാർ. ആരൊക്കെയാവുന്നു? മാലിക് ഇമാമും സുഫിയാൻ ഉയൈനി. ഇല്ലായിരുന്നുവെങ്കിൽ ദഹബ ഇൽമുൽ ഹിജാസ്, ഹിജാസിലുള്ള ഇൽമ തന്നെ ഇല്ലാണ്ടാകുമായിരുന്നു. മിഷ്കാത്തിന്റെ ഷർഹിൽ പറഞ്ഞു, മറ്റേ സുഫിയാനെ പറ്റിയാണ്. ഒരു നബിയുടെ അഭാവം നികത്താൻ പറ്റുന്ന ആളായിരുന്നു. സുഫിയാൻ ഉണ്ടായിരിക്കവേ നിങ്ങൾ എങ്ങനെ വെടിവെടിച്ച മക്കളെ എന്ന് അല്ലാഹു തആല ചോദിക്കാം. റസൂല് വരായിട്ടാന്ന് പറയണ്ട, സുഫിയാൻ ഉണ്ടായിട്ടില്ലേ? അത് മതി. ഒക്കെ പേര് നോക്കിയിട്ടാ ഓരോ മക്കൾക്ക് ഓരോ പേര്. എഴുതി
ലം യുഅത അഹദുൻ ഫിദ്ദുനിയ ഷൈഅൻ അഫ്ളല മിനൻ നുബുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നുബുവ്വത്തിനേക്കാൾ അഫ്ളലായ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ടേ പറഞ്ഞാൽ നുബുവ്വത്തും അതിൻ്റെ പ്രചരണമാണല്ലോ റിസാലത്തും. റിസാലത്തിൻ്റെ അസലത നുബുവ്വത്ത്. വമാ ബഅദ നുബുവ്വത്തി അഫ്ളലു മിനൽ ഇൽമി വൽ ഫിഖ്ഹി. ഇൽമ് ഫിഖ്ഹ്, ഏത് ഫിഖ്ഹ്? നാടൻ ഫിഖ്ഹ് അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാം. അതിനേക്കാണ് അഫ്ളല, നുബുവത്തിന് ശേഷം കൊടുക്കാനുമില്ല. നുബുവത്തിന്റെ താഴെ എന്താ ഉള്ളത്? ബിലാത്തുൽ കുബ്ര. ബിലാത്തുൽ കുബ്രയിൽ തന്നെ ഇൽമും അമലും തഖ്വയും ഉള്ളത്. ഫഖീല, ഇത് നിങ്ങൾ പറഞ്ഞല്ലോ. അമ്മൻ ഹാദ, നിങ്ങൾ ആരെ പറ്റി പറഞ്ഞിരുന്നത്? ഒരു പ്രത്യേക ഫഖീഹിനെ കണ്ടിട്ടല്ല. അനിൽ ഫുഖഹാഇ കുല്ലിഹിം, ഫുഖഹാക്കളായി ലോകത്ത് ആരെയുണ്ടോ അവരെല്ലാരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. وقال الإمام الشافعي رضي الله عنه പറയുന്നു, من أراد الدنيا فعليه بالعلم. ഒരാൾക്ക് ദുന്യാവിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അയാൾ ഇൽമു പഠിച്ചുകൊള്ളട്ടെ. വമൻ അറാദൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം. ആഖിറത്തിലുള്ള വിജയമാണ് ലക്ഷ്യമെങ്കിൽ അവനും ഇൽമു പഠിച്ചുകൊള്ളട്ടെ. ഫഇന്നഹു യുഹ്താജു ഇലൈഹി ഫീ കുല്ലി മിൻഹുമാ. ദുന്യാവിലും ആഖിറത്തിലും ഇതിലേക്ക് ഇൽമിലേക്ക് അവൻ ആവശ്യക്കാരനാണ്. വഖാല, ഇമാം പറയുന്നത്, നഫഅനല്ലാഹു ബിഹി വഅൽഹഖനാ ബിഹി ആമീൻ. മൻ ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. ഇൽമിനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഖൈറില്ല. ഇൽമടിക്കാൻ വേണ്ടി പെട്ടി എടുത്തിട്ട് പോയി നമ്മളെ കുറച്ച് ആളാ പട്ടിക്കാട്ട് ഒരു പട്ടി അയച്ച പാടാ മുഖ്യെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് തന്ന പൊരുത്തം. പട്ടിയായിക്കോട്ടെ, അസാമ്പിൾ കപ്പിന്റെ പട്ടിയാലെന്താ? മൻ ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. ഇൽമിനെ ഇഷ്ടപ്പെടാത്ത ആൾക്ക് അവന്താണ് ആലിമൻ ഔ മുതാലിമൻ ഔ മുസ്തമിൻ ഔ മുഹിബൻ. 4-ാം നമ്പർ ആയിട്ടില്ല. അതുകൊണ്ട് ഫലാ തകും ബൈനക വ ബൈനഹു മഅരിഫ. അത്തരക്കാരുടെയിലും നിന്റെ ഇടയിലും ഒരു പരിചയം പോലും വെക്കാൻ പറ്റൂല. വലാ സദാക. സദാക്കത്ത് പിന്നെയല്ലേ, അവൻ എനിക്ക് കാണണ്ട അറിയണ്ടെന്ന് പറഞ്ഞോളാം. ഫൈനൽ ഇൽമ ഹയാത്തുൽ ഖുലൂബ് വ മിസ്ബാഹുൽ ബസായിർ. ബസീറത്തിന്റെ വിളക്കാണ്, അതുപോലെ തന്നെ കൽബിന്റെ ഹയാത്തുമാണ് അൽ ഇൽമ്. ഖാല ഫത്ഹുൽ മൗസലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ്? രണ്ടാളുണ്ടല്ലോ ഫത്ഹുൽ എന്ന് പറഞ്ഞ അതേ പേരിൽ രണ്ടാളെ പറ്റിയും പറയും. അസ്സാഹിദു അൽ വലിയു അൽ ആബിദു അബൂ നസർ ഫത്ഹ് ബിൻ സഈദ് അൽ മൗസലി റളിയല്ലാഹു അൻഹു. വഫാത്ത് എത്ര? 220. അഹദു അകാബിറുൽ ഔലിയാ. ഔലിയാക്കളായ മൊഴിയ നേതാക്കന്മാരിൽ ആരാണ്? ഒരാളാണ് ഈ ഫത്ഹുൽ മൗസലി. മിൻ നഖറാൻ ബിശ്റുൽ ഹാഫി. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു കരീനാണ്. കാന അലീമ ഷാനി ഫി ബാബിൽ വറഇ വൽ മുആമലാത്ത്. വറഇലും തഖവയിലും വലിയ അലീമ ഷാനായ ആളായിരുന്നു. അതാണ് വഹു ഫത്ഹുൻ സഗീർ എന്ന് പറഞ്ഞു പറ. വഹുനാക ഫത്ഹുൻ കബീർ. മറ്റൊരു ഫത്ഹുൽ കബീർ ഉണ്ട്. ആരാണ്? സാഹിദു തമാനിഹി. ഓരോ കാലത്തെ ഫത്ഹ് ബിൻ മുഹമ്മദ് അൽ മൗസലി. ഇത് ഫത്ഹ് ബിൻ സഈദ് അൽ മൗസലി. ഫത്ഹ് രണ്ടാളുണ്ട്. ഒന്ന് ഫത്ഹ് ബിൻ സഈദാണ് നമ്മളെ ചർച്ചാ വിഷയം. അതെ, 170, മറ്റേ 220. കുറെ വെള്ളം വ്യത്യാസം ഉണ്ടല്ലോ. മീർ നഖറാനി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കരീനാണ്. വകിലാഹുമാ മിൻ കിബാരിൽ മശായിഖ്. എല്ലാവരും ഇയാളെന്നെ റളിയല്ലാഹു അൻഹുമാ വറളാഹുമാ അന്നാ വഹസന ഫീ സുന്നത്തി. മൂപ്പർ പറയുന്നു, അലൈസൽ മരീദു ഇദാ മുലിഅത് തആമു വശറാബു വദ്ദവാ യമൂത്ത്. ഒരു രോഗിക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, മരുന്നും കൊടുത്തില്ലെങ്കിൽ മരിക്കുമോ എന്നാ ചോദ്യം. ഖാലൂ ബലാ, മരിക്കൽ ഉറപ്പല്ലേ എന്നതുപോലെ കദാലിക്കൽ കൽബ്, ഇങ്ങനെ തന്നെയാണ് കൽബും. ഇദാ മുനിഅൽ ഹിക്മ, ഹിക്മത്തിനെ തടയപ്പെട്ടു, വൽ ഇൽമീൻ തടയപ്പെട്ട്, സലാസത അയ്യാമി 3 ദിവസം കൊടുക്കാണ്ടെന്ന യമൂത്ത്, കൽബ് മരിച്ചിരുന്നാവും. എന്നിട്ടോ ഈ പറഞ്ഞ വാക്കിന് ഇമാം എടുത്തു നോക്കുന്നതാ. ഖാലൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു വലഖദ് സദഖ റഹിമഹുല്ലാഹ്. മൂപ്പർ പറഞ്ഞത് എത്രമാത്രം സത്യം. ഫഇന്ന ഗിദാ അൽ ഖൽബി, കൽബിന്റെ ഭക്ഷണം എന്താണ്? അൽ ഇൽമു വൽ ഹിക്മത്താണ്. ഇൽമും ഹിക്മത്തും തമ്മിലുള്ള വ്യത്യാസം മൂപ്പർ തന്നെ ബാബിൽ പറയുന്നുണ്ട്.
വബിഹിമാ ഹയാതുഹു, അത് രണ്ടും കൊണ്ടുമാണ് കൽബിന്റെ ഹയാത്ത്. കമാ അന്ന ഗിദാ അൽ ജസദി തആം, ഭക്ഷണത്തിന്റെ ഗിദായത ശരീരത്തിന്റെ ഭക്ഷണമാണല്ലോ. വമൻ ഫഖദൽ ഇൽമ, അപ്പോൾ ഒരാൾക്ക് ഇൽമില്ലാഞ്ഞാൽ ഫഖൽബുഹു മരീദ്, അങ്ങനെയാണ് ഒരു മരീദിന് കൊടുക്കാഞ്ഞാൽ എന്ന് പറഞ്ഞത്. കൽബ് മരീദായി. വമൗതുഹു ലാസിം, എനിക്ക് കൽബിന്റെ മരണം എന്താകും, ഉറപ്പ് കിട്ടിക്കൂടാ. വലാകിന്നു ലാ യശ്ഉറു ബിഹാ, നോക്കിയാൽ തിരിയൂല, ഷുഊറുണ്ടാകൂല. ഇത് കാരണം ഹബ്ബുദ്ദുന്യാ വശുഗുലുഹു ബിഹാ, ദുന്യാവ് കൊണ്ടുള്ള ശുഗുലും അതിൻ്റെ ഹുബ്ബും എന്തായി, ആബത്തല ഹിസാസും, ഹിസാസിനെ നഷ്ടപ്പെടുത്തി. വേറെന്തെല്ലോ ശുഗലായാലും നുള്ളിയാലും കൂടെ അറിയില്ല. ചെവിക്ക് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ എന്ന് വിളിച്ചാൽ കേൾക്കുന്നില്ല, കൊട്ടിയാലും വിളിച്ചില്ല, അവസാനം നുള്ളി പറിച്ചാലും കേൾക്കൂല. ഫനഊദു ബില്ലാഹ് മിൻ യൗമിൻ കശ്ഫിൽ ഗിതാ, ഈ മുഖംമൂടിയെല്ലാം തുറക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടല്ലോ, നാം അല്ലാഹുവിനോട് കാവലിനെ തേട്. ഫഇന്നന്നാസ നിയാമുൻ, ജനങ്ങൾ ഉറക്കത്തിലാണ്. ഫൈദാ മാതുൻ തബഹു, മരിച്ചാലാണ് ഉണർച്ച വരിക. അത് യഹ്യയിൽ പറഞ്ഞ വാക്കാണ്. ഇൻതഹ മുലഖസൻ. قال سيدنا الإمام العلامة عبد الرحمن بن عبد الله الفقيه رضي الله عنه ونفعنا به في فتح بصائر الإخوان എന്ന കിതാബിൽ ഒരു കിതാബാണ് ഫത്ഹ് ബസായിർ الإخوان في دوائر الإسلام والإيمان والإحسان. റുബിഅ മിസ്റിൽ അടിച്ചതാണ്, ഖദീമൻ, പണ്ടേ അടിപ്പിണ്ടെന്നാ പറയുന്നത്. ഇതെല്ലാം കിതാബുണ്ടല്ലേ. യഅലം അന്ന ഹാദ ദീന അവ്വലഹു വആഖിറഹു, അവിടെ ഇബാറത്തിൽ അന്ന ലിഹാദ ദീനിൽ ലാമ വേണോന്ന് മുഅബിന് തോന്നുന്നു. എന്താ ബഷീർ ഉസ്താദ് പറ, അതിനാ നിങ്ങൾ ലാമി ഇതിലില്ല, അതിലുണ്ടാ. എന്നിട്ട് അന്നന്റെ ഇസ്മാക്ക് അവ്വലഹു ആഖിറഹു, അത് അച്ചടിയിൽ വരാമല്ലോ. അതിലെന്താ ഉള്ള, അതായത് ദീനിന് അവ്വല് ആഖിർ ളാഹിർ ബാത്തിൻ ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ടെന്നാ പറയുന്നത്. എന്നിട്ടോ ഈ 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അതിലെന്താണ്, അതിൻ്റെ ഇൽമും അതിൻ്റെതായ അമലുണ്ട്, എന്നാലേ ദീൻ പൂർത്തിയാകുള്ളൂ എന്നാ മൂപ്പർ സ്ഥാപിച്ചെടുക്കുന്നത്. എന്നല്ല ആ ദീന് അവ്വലഹു അന്ന ഹാദ ദീന അവ്വലഹു എന്ന് പറഞ്ഞാൽ മാനോക്കുന്നില്ല, അവിടെ ഇബാറത്തിനെ കുറ്റപ്പെടുത്തിയെന്നല്ല, റസൂൽ വിട്ടുപോകാം. അന്ന ലിഹാദ ദീനി അവ്വലഹു വആഖിറഹു, ദീനിന് അവ്വലുണ്ട് ആഖിറുണ്ട്, ലാഹിറുണ്ട് ബാത്തിനുണ്ട്. ലാ ബുദ്ദ ഫീഹി മിൻ ഇൽമിൻ വഅമലിൻ, ഇൽമും വേണം അമലും വേണം. ഫൽ ഇൽമു വഇൻ കാന മിൻഹു മാ ഹുവ വസീലത്തുൻ, ഇൽമിൽ വസീലയായ ഇൽമുണ്ടെങ്കിലും അതിന് നമുക്ക് അംഗീകാരം കൊടുക്കുന്നു. ഇപ്പം നഹവ് സർഫ് മുതലായ എന്താണ് വസീലയാണ്, എന്നാലും അതിന് ഫളീലത്തുണ്ട്. ഫഹുവ അസ്ലുഹു വദലീലുഹു, അതാണ് അതിൻ്റെ അസ്ലും ദലീലും. വഹുവ ലിൽ മുഅ്മിനി വസീറുഹു വഖലീലുഹു, ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഇൽമ് എന്നുള്ളത് വസീലയായാലും ശരി, അത് അവൻ്റെ വസീറാണ്, അവൻ്റെ ഖലീലുമാണ്. വഹുവ ഇതേ ഇൽമ് ഇലാ കുല്ലി ഖൈരി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലുള്ള ഖൈറിലേക്ക് മൻഹജുഹു വസബീലുഹു, അവൻ്റെ പാതയാണത്. ബൽ ഹുവ ലിമൻ ഖസദ ബിഹി വജ്ഹല്ലാഹി തആല, അതുകൊണ്ടെങ്ങാനും അല്ലാഹുവിൻ്റെ വജ്ഹിനെ ലക്ഷ്യം വെച്ച ഒരാൾ വസദഖ ഫീഹി മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം അവൻ സാദിഖായിട്ടാണ് കൂടിയത്. എന്നാൽ അഫ്ളലു ഇബാദ, ഏറ്റവും വലിയ ഇബാദത്താകുന്നു. ഫമാ അബിദല്ലാഹു ബിശൈഇൻ അഫ്ളല മിൻ ഫിഖ്ഹി ഫിദ്ദീൻ, അത് മുമ്പ് പറഞ്ഞതാണ്. അള്ളാഹിന്റെ ദീനിൽ അറിവ് സമ്പാദിക്കുക എന്നതിനേക്കാണ് അള്ളാഹു തആല ഇബാദത്ത് എടുത്തിട്ടേ ഇല്ല. വല ഫഖീഹും വാഹിദുൻ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദ്, ഒരൊറ്റ പണ്ഡിതനുണ്ടായാൽ 1000 ശൈത്താനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. 1000 ശൈത്താൻ ഇത് മുമ്പ് വന്നിട്ടുണ്ട്. വഫളുൽ ആലിമി അലൽ ആബിദി കഫളിൻ നബിയ്യി അലാ ഗൈരിഹി, അതാ ഒരു അൽ ആലിമിനുള്ള ഫളില് ആരേക്കാൾ അൽ ആബിദിനുള്ള ഫളിലിനെ കാണാം. അതല്ലാലും അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തീരെ ഒരു അമലും ചെയ്യാത്ത ആലിമ് എന്നല്ല, ഇൽമ് തീരെ ഇല്ലാത്ത ആബിദ് എന്നുമല്ല, കഴിച്ചു ബാക്കി സമയം. ഒരു നബിയുടെ ഫളില് പോലെയാണ്. വമൻ നാലൽ ഇൽമ വത്തഖല്ലാഹ ബിഹി, ഒരു മനുഷ്യന് ഇൽമ് കിട്ടുകയും
അള്ളാഹ്ക്ക് തഖ്വ ചെയ്യുകയും ചെയ്താൽ ഫഖദ് നാല അശ്റഫ മനാസിലിൽ ഫദ്ലി വസ്സആദ, ഫദ്ലിന്റെയും സആദത്തിന്റെയും മൻസിലയിൽ ഏറ്റവും അഫ്ളലായ പദവി കിട്ടിക്കഴിഞ്ഞു. വമൻ യുരിദില്ലാഹു ബിഖൈറൻ യഫഖിഹു ഫിദ്ദീൻ എന്നല്ലേ ഹദീസ്. അല്ലാഹു തആല ഒരു മനുഷ്യനെ കൊണ്ട് വമ്പിച്ച ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ ദീനിൽ അറിവ് കൊടുക്കുകയാണ് ചെയ്യുക എന്ന്. വഖൈറുൻ നാസി ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു, ഇത് മുമ്പ് കഴിഞ്ഞതാണ്. ജാഹിലിയ്യത്തിൽ ഒരാൾ ഖൈറായ ആളാണ്, ആൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നു, എന്നാൽ എന്താക്കും അയാളെ മഹത്വം ബാക്കിയുണ്ടാകും. അപ്പോൾ ദീനിൽ അറിവ് പഠിക്കണം. ഇപ്പം അബ്ദുൽ മുത്തലിബ് എങ്ങാനും വലിയ ദീനിൽ അറിവുണ്ടാണെങ്കിൽ എന്തായിരിക്കും വേറെ പദവി? وقال الإمام العارف بالله أحمد بن حسن العطاس رضي الله عنه പറഞ്ഞു إذا اتسع علم الإنسان اتسعت معرفته. ഒരു മനുഷ്യന്റെ ഇൽമ് അങ്ങ് വികസിച്ചാൽ എന്തായിട്ട് വരും? മഅരിഫത്ത് വികസിക്കും. ഇൽമിനാക്കാനുള്ള പരിജ്ഞാനങ്ങളാണല്ലോ മഅരിഫത്തിലുണ്ടാകുന്നത്. വൈദത്തസാത്ത് മാരിഫത്തുഹു, ഒരു മനുഷ്യന്റെ മാരിഫത്ത് വിശാലമായാലോ അതിനെ തുടർന്നിട്ടാ പറയുന്നത്. ഇത്തസഅ മശ്ഹദുഹു, അവന്റെ മശ്ഹദ് വികാസം വിശാലമാകും. എന്താ മശ്ഹദ് എന്ന് പറഞ്ഞാൽ? ശുഹൂദിന്റെ കേന്ദ്രങ്ങൾ. അപ്പം ലോകത്ത് എവിടെ നോക്കിയാലും അല്ലാഹു 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 അല്ലാഹുവിന്റെ സിഫാത്ത് ദാത്ത് ഇങ്ങനെ മദ്ഹറായിട്ടല്ലാണ്ട് ഒരിക്കൽ എവിടെ നോക്കിയാലും നോട്ടം പെടുക്കൂല. വൈദത്തസഅ മശ്ഹദുഹു, അവന്റെ മശ്ഹദ് വിശാലമായാൽ അതിന് മറുപടി ഇത്തസഅ ശുഹൂദുഹു, അവന്റെ ശുഹൂദ് വിശാലമാകും. വൈദത്തസഅ ശുഹൂദുഹു, അവന്റെ ശുഹൂദ് വിശാലമായാൽ ഇത്തസഅ മദദുഹു, അള്ളാഹിന്റെ പക്കൽ നിന്ന് കിട്ടുന്ന മദദും വിശാലമാകും. അപ്പം ആദ്യത്തെ തുടക്കത്തിൽ എന്തായി? ഇൽമിന്റെ വിശാലത നമ്മൾ കൊളുത്തിയിട്ടാണ് ലാശത്ത് ചേർത്തേക്ക് മദദ് വിശാലമാകലിലേക്ക്. قال الإمام السيوطي رضي الله عنه പറയുന്നു, ആരാണ് സുയൂത്തി? ശംസുദ്ദീൻ. അതിനടുത്ത് വിട്ടിട്ടുണ്ടോ? ഒന്നാം നമ്പർ അല്ലേ? അൽ ഇമാമുൽ കബീർ ഹാഫിളു അസ്രിഹി ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്ൻ അബീ ബക്കർ സുയൂത്തി അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാമാണ്, കബീറാണ്, ആ കാലത്തിൽ ഹാഫിളായിരുന്നു, ഖുർആനും ഹദീസും കാണാൻ പാടാക്കി. ജലാലുദ്ദീനാണ്. പറഞ്ഞാലോ മൂപ്പർക്ക് ജലാല് തഫ്സീർ ജലാലൈനി. അബ്ദുറഹ്മാൻ ഇബ്ൻ അബീ ബക്കർ സുയൂത്തി അശ്ശാഫിഈ 849 ജനിച്ച് 911 വഫാത്തായി. ഫഖീഹുൻ മുഫസ്സിറുൻ ലുഗവിയ്യുൻ, എന്തെല്ലാം ഒരാളുണ്ട്. എത്ര വയസ്സാന്ന് നോക്കിയിട്ട്? 49 പോയിട്ട് ഇസ്ലാം, ഇസ്ലാമിൻ്റെ മിക്ക ഇൽമുകളിലും മൂപ്പർ അഗാധ പാണ്ഡിത്യമുള്ളവരാണ്. ബലഗ റുതുബത്തിൽ ഇജ്തിഹാദിന്റെ റുതുബയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇജ്തിഹാദ് നിന്നിട്ടില്ല. മൂപ്പർ തസാനീഫ് എണ്ണി നോക്കിയാൽ 700 വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കൊരു പേജ് പോട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ നമുക്ക് കഴിയും. 700 തസാനീഫ്. അത് മറ്റേനെ കണ്ടിട്ട് കോപ്പി അടിക്കുന്നില്ലല്ലോ. മൂപ്പർ പറയുന്നത് ഇക്കിലി തഫ്സീറിന്റെ പേരാണ്. ഇക്കിലി ഫീ ഖൗലിഹി തആല വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ലമ്മാ അറാദല്ലാഹു തആല ഇൽഹാറ ഫദ്ലി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫദ്ൽ എന്താക്കണം? വെളിപ്പെടുത്താൻ അല്ലാഹു തആല വേണ്ടി വെച്ചപ്പോൾ ലം യുൽഹിറു ഇല്ലാ ബിൽ ഇൽമി, ഇൽമു കൊണ്ടല്ലാതെ വെളിവാക്കിയിട്ടില്ല. അവിടെ ഒരു കായിക മത്സരം വെച്ചിട്ട് ആരാ ജയിക്കുന്നല്ല നോക്കിയത്? ഇൽമു കൊണ്ടാണ് അല്ലാഹു തആല വെളിവാക്കിയത്. ഫലൗ കാന ഫിൽ ഇംകാനി ശൈഉൻ അഫ്ളല മിനൽ ഇൽം, ഇൽമിനാക്കാണ് അഫ്ളലായ ഒന്ന് മുംകിനായിരുന്നുവെങ്കിൽ കാന ഇൽഹാറു ഫദ്ലി ബിദാലിക ശൈഅ, ഇൽഹാറുൽ ഫദ്ലി ചെയ്യലി അതുകൊണ്ടായിരിക്കുമായിരുന്നു. ഇൽമുണ്ടാക്കണ്ട ലലാബിൽ ഇൽമി. അപ്പോൾ ഇൽമിനാക്കാണ് ഫദ്ൽ വെളിപ്പെടുത്തുന്ന ഒന്നില്ല. വകദാലിക അമറൽ മലായികത ബിസ്സുജൂദി ലഹു ലിഅജലി ഫദീലത്തിൽ ഇൽം, ഇൽമിന്റെ ഫദീലത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് മലായികത്തിനോട് സുജൂദ് കൊണ്ട് കൽപ്പിച്ചതും എന്ന്. വഖാല ത്വയ്ബി പറയുന്നു, വലിയ മുഹദ്ദിസായ ഇമാമ ത്വയ്ബി. ത്വയ്ബിന്റെ വ്യാഖ്യാനമുണ്ടല്ലോ ഇവിടെ മിസ്കാത്തിന്. ത്വയ്ബിന്റെ ശിഷ്യനാണ് അത് മിസ്കാത്തിന്റെ മുസന്നിഫ്. മസാബിഹ് ഉണ്ടപ്പോൾ മസാബിൻ ആദിഷറായിന് ത്വയ്ബി.
ബഗവിമാമിൻ്റെ മസാബിഹിന് തീബി ഷറഹെഴുതി. മസാബിഹ് എന്താക്കി? മിസ്കാത്താക്കി. ആര്? മൂപ്പറ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ എന്താക്കാൻ എൻ്റെ മിസ്കാത്തിന് ഷറഹത്തിലാന്ന്. 13 മുജല്ലദ് ഇവിടുണ്ട്. സാധാരണ ആളല്ല, തീബി. അഫാദത്ത് ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് നമുക്ക് പഠിപ്പിക്കുന്നു. ഏതായത്ത്? അല്ലമാദമ അന്ന ഇൽമൽ ലുഗത്തി, ലുഗത്തിന്റെ ഇൽമ തന്നെ. ഇതിപ്പോ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അസ്മ എന്ന് പറയുമ്പോൾ ഈ സാധനത്തിന്റെ പേരെന്താ മറ്റേ പേരെന്താന്നല്ലേ പഠിപ്പിച്ചത്? ലുഗത്താന്ന്. ബൈക്കാം. അൽ ഇമാമുൽ ബാരിഉ ഷറഫുദ്ദീൻ അൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ് തീബിയൻ, തീബി എന്ന് വായിക്കൊണ്ടെന്ന, തൈബി അല്ല, തീബി. 743 വഫാത്ത്. മിൻ അഇമ്മത്തിൽ ഹദീസ് വത്തഫ്സീർ വൽ ബയാൻ. ഹദീസ്, തഫ്സീർ, ബയാൻ എല്ലാത്തിനും ഇമാമാണ്. കാന ആയത ഫി ഇസ്തിഖ്റാജി ദഖായിഖ് മിനൽ കിതാബി വസുന്ന, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ദഖായിഖുകളായ ഇൽമിനെ പുറപ്പെടുവിച്ചെടുക്കുന്ന വിഷയത്തിൽ ഒരായത്തായിരുന്നു. അതോടൊപ്പം തന്നെ മുത്തവാദിഅൻ, വലിയ തവാദുആണ്. മുൻഫികൻ, കൈമിലുള്ള എല്ലാം നഫഖ് ചെയ്തു വാക്കും. മുലാസിമൻ ലിത്തഅലീമിനെ ലാസിമാക്കുന്ന ആളാണ്. മിൻ അജല്ലി മുഅല്ലഫാത്തിഹി ശറഹ് മിസ്കാത്തിൽ മസാബിഹ്. 13 മുജല്ലദുണ്ട്. വശറഹ് കശാഫ് സമസ്തരിൻ്റെ കശാഫ് തഫ്സീറാണ്, അതിൻ്റെ വ്യാഖ്യാനം. ഈ തേബിയ പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാ എന്നുള്ള ഹഖായിഖിൻ്റെ രൂപമൊന്നുമല്ലല്ലോ. അല്ലമൽ അസ്മായിലെ പഠ്യ വിഷയം. എന്നാൽ തന്നെ മലായിക്കത്തിനേക്കണ ഫദീലത്തുണ്ടെങ്കിൽ ഖുർആനോ തഫ്സീറോ ഹഖായിഖോ മാരിഫത്തോ മറ്റൊന്നാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മഹത്വം? ആദം അലൈഹിസ്സലാം അതില്ല എന്നില്ല, പക്ഷെ ഇവിടെ പ്രകടമാക്കിയത് അല്ലമ ആദമൽ അസ്മാഇനുള്ള. ഇതിനാണ് അംബിഊനി ബി അസ്മായി ഹൗലായി. അവൻ ലോകത്തിൻ്റെ ഇൽമാണ് ആദ്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫദീലത്ത് വന്നാൽ പിന്നെ മറ്റുള്ള വിഷയത്തിൽ എന്തായിരിക്കും അവരുടെ മഹത്വം? അവൻ മഹദലി ഇമാമിൻ്റെ, നവീം ഇമാമിൻ്റെയും മറ്റെല്ലാം മഹത്വം ആരിക പറഞ്ഞാൽ തീരെ ഒരു അളമത്ത് ഉൾക്കൊണ്ടാൽ എന്താക്കുന്ന കൽബ് നിറഞ്ഞ് കൽബ് പൊട്ടിപ്പോകുന്ന തോന്നുന്നു. അതാ അന്ന ഇൽമൽ ലുഗത്തി ഫൗഖത്ത് തഹല്ലി ബിൽ ഇബാദ, ഇബാദത്തിന്റെ തഹല്ലിയേക്കാണ് മേലെയാണ്. ഇബാദത്തിന്റെ തഹല്ലി ആയിരിക്കാനുള്ളത് മലായിക്കത്തിന്, അതിനേക്കാണ് വലുതാണ്. ഇപ്പൊ കൈഫ ഇൽമു ശരീഅ, അപ്പൊ ശരീഅത്തിന്റെ ഇൽമാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിന്റെ പദവി വരാനുണ്ടാവുക? സംഗതി മനസ്സിലായില്ല. ഫായിദത്തുൻ ദക്കറൽ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം ഫീ സാദുൽ മആദ് എന്ന 5 മുജല്ലദുള്ള ഒരു കിതാബാണ്. ഫീ ഹദീ ഖൈറുൽ ഇബാദ് ഇവിടെ ഉണ്ട്. അതാണ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ അസ്-സുറഈ അദ്-ദിമശ്ഖി അൽ-ഹംബലി അൽ-മഅറൂഫ് ബിബ്നുൽ ഖയ്യിം അൽ-ജൗസിയ്യ. 691 ജനിച്ചിട്ട് 751 വഫാത്ത്. അല്ലാമത്തുൻ മുതഫന്നിലുൻ, എല്ലാ ഫന്നിലുമുള്ള അല്ലാമയാണ്. പക്ഷെ എന്താണ്? ലാകിൻ ലഹു ഫിൽ ഇഅ്തിഖാദി വ ബഅദുൽ ഫുറൂഇനി ആറാഉൻ, ചില ഫുറൂഇയാത്തിന്റെ വിഷയത്തിൽ കുറച്ചൊരു വ്യത്യാസം കാണാം. തലക്കാഹ അൻ ശൈഖിഹി ഇബ്നു തൈമിയ്യയുടെ വക്കന്ന് അത് കിട്ടിയില്ല. ഖാലഫ ബിഹാ റഅയ ജമാഅീർ അഹ്ലി സുന്നത്തിന്റെ ഭൂരിപക്ഷത്തിന് എതിരായി പോയിട്ടുണ്ട്. അത് ഉള്ളതെടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ബാക്കി വിഷയത്തിൽ ഹുജ്ജത്തില്ല എന്നല്ലല്ലോ. ഓരോ കിതാബ് കണ്ടിട്ട് ഒരാൾ ഇവിടുന്ന് ചൂടായി, ഭയങ്കരമായ ചൂടാകല്ലേ. എന്നാ നിങ്ങളെ നയം, ഞാൻ അവന് കെട്ടകായി കിട്ടിയ കേടുഭാഗത്തുനിന്ന് മുറിച്ചും മാറ്റി ബാക്കി തിന്നലാണ്. സ്വർണം സുവർണം പങ്കത്തിലെങ്കിലും വർണ്ണം വർജ്യം വർണ്ണം പൊന്നിലിരിക്കലും, സ്വർണം സുവർണം പങ്കത്തിലെങ്കിലും. ഒരു പൊന്ന് ചളിയിൽ വീണാല് ചളി കളഞ്ഞിട്ട് പുല്ലിങ് കൊടുക്കും. വർജ്യം പങ്കം പൊന്നിരിക്കലും. പങ്കം എന്ന് പറഞ്ഞാൽ ചളി, ചളി എന്തൊക്കെ പൊന്നിരുന്നാൽ തോണ്ടിക്കളയും ചെയ്യുന്നു. അതങ്ങ് തിരിച്ചാൽ മതിയല്ലോ, വിഷം തീർന്നു. അന്നൽ ഇൽമ മിൻ അസ്ബാബി ശറഹി സദ്ർ, കൽബ് വിശാലമാകാൻ മനസ്സിന് നല്ല തുറസുണ്ടാക്കാനുള്ള അസ്ബാബുകളാണ് മൂപ്പറുണ്ടെന്ന്. അത് ശറഹു സദ്റിന്റെ അസ്ബാബിൽപ്പെട്ടതാണ്. കാല പറയുന്നത് ഫഇന്നഹു യശ്റഹു സദ്റ, സദറിനെ വിശാലമാക്കും. വയുവസ്സിഉഹു, അതിനെന്താക്കും? തൗസിയത്ത് ചെയ്യും. വയകൂന ഔസഅ മിന ദുനിയ, ദുനിയാവിനാക്കാണ് ഔസഅ, കൽബിന്റെ ഇടുക്കെല്ലാം തീർന്നിട്ട്.
വൽ ജഹിലോ യൂറിസുഹുൽ ലീക്കിനെ ഉണ്ടാക്കും വൽ ഹസ്റ വൽ ഹബ്സ, മനസ്സിന് ഇടുക്കത്തരം, വിശാലമായി ചിന്തിക്കാൻ കഴിയൂല. ഫകുല്ലമത്തസഅ ഇൽമുൽ അബ്ദി, അപ്പം എന്താക്കും, ഒരു ഇൽമിൻ്റെ അബ്ദിൻ്റെ ഇൽമ് വിശാലമായാൽ ഇൻശറഹ സദ്റുഹു വത്തസഅ, അതിൻ്റെ സ്വഭാവമില്ലേ. വലൈസ ഹാദാ ലികുല്ലി ഇൽമിൻ, ഇത് എല്ലാ ഇൽമിനുള്ള അവസ്ഥയല്ല പറഞ്ഞിരിക്കുന്നത്. ഏത് ഇൽമുണ്ടാണ്? ബലിൽ ഇൽമുൽ മുവറസു അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിൽ നിന്ന് അനന്തരം വന്ന ഇൽമ്, തങ്ങളെന്തിനെല്ലാം പഠിപ്പിച്ചിട്ടോ ആ ഇൽമിൽ നിന്നാണ് ഈ പറഞ്ഞ ഉള്ളത്. ഏതാണ്? ബഹുവൽ ഇൽമുൻ നാഫിഉ, അതാണ് നാഫിയായ ഇൽമ്. ഹിക്കമിൽ പറഞ്ഞില്ലേ, കൽബിന്റെ മുഖംമൂടി മറക്കുന്നതാണ്, തുറക്കുന്നതാണ് ഇത് നാഫിയായ ഇൽമ്. ഫഅഹ്ലുഹു, അതിൻ്റെ അഹ്ലുകാർ, അതായത് നബിതങ്ങളെ വക്കന്ന് കിട്ടിയ ഇൽമു അശ്റഹുന്നാസി സദ്റൻ, മനസ്സ് വളരെ വിശാലമായിരിക്കും. വഔസഅഹും ഖുലൂബൻ, കൽബുകൾ എന്താക്കും, വളരെ വിശാലമാണ്. വഹസനുഹും അഖ്ലാഖൻ, സ്വഭാവത്തിനാൽ ഏറ്റവും ഹസനാണ്. വാതിയബുഹും നായിഷൻ, നല്ല തയ്യിബായ ജീവിതവുമായിരിക്കും. നമ്മളെ കണ്ടില്ല, അബ്ദുൽ സമീൻ ഉസ്താദിനടുത്ത് പോയപ്പോൾ ലോകത്തറിയപ്പെട്ട അല്ലാമയാണ്. അവിടെ പോയി നോക്കുമ്പോൾ കുട്ടികളെ മാതിരിയാണ് നമ്മൾ സ്വീകരിച്ചത്. ഷമാസ് ഉണ്ടായിരുന്നു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, പരക്കാരെല്ലാം നോന്നിട്ടുണ്ടെങ്കിൽ ചായ തരാൻ ഇന്ന് സാധിക്കൂല. അതാണ് ഞാൻ ഉദര പറഞ്ഞത്. ഇനിയോ അസ്ബാബ് ശറഹിന്റെ വേറെയും കാര്യങ്ങളുണ്ടെന്നാ നോക്ക്. ഖാല വമിൻ അസ്ബാബി ശറഹി സദ്രി, അതിൽപ്പെട്ടതാണ് ദവാമു ദിക്രില്ലാഹി തആല അലാ കുല്ലി ഹാൽ, എല്ലാ അവസരത്തിലും അല്ലാഹുവിന്റെ ദിക്റിനെ ദായിമയാക്കൽ ഇൻശറാഹു സദറിന്റെ കാരണമാണ്. വഫീ കുല്ലി മൗത്തിൻ, എല്ലാ സന്ദർഭങ്ങളിലും. മൗത്തിന് ഏതാണ് വ്യത്യാസം? ഖാസായ ദിക്റുണ്ടാവും. ടൗണിലിറങ്ങിയാൽ, അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ബാത്റൂമിനടുത്ത് പോകുമ്പോൾ കീയുമ്പോൾ, ഇതാണ് മൗത്തിൻ. മറ്റേ ഹാലാണ്. പിന്നെ ഫലിദ്ദിക്രി തഅ്സീറുൻ നജീബൻ ഫി ഇൻശിറാഹി സദ്രി വ നഈമിൽ ഖൽബി, കൽബിന്റെ ആരോഗ്യത്തിനും അതിന് നഈമിലും സദ്ർ വിശാലമാകാനും ദിക്റിന് തഅ്സീറുൻ നജീബുണ്ട്. പിന്നെ വലിൽ ഗഫലത്തി തഅ്സീറുൻ നജീബൻ ഫീ ലീഖിഹി വ ഹബ്സിഹി വ അദാബ്, കൽബിനെ കുടുസാക്കാനും അതിൻ്റെ ഹബ്സിനും അതിൻ്റെ ശല്യമുണ്ടാകാൻ, അതായത് ആകാന്തല്ലോ വിഷമങ്ങളിൽ, അത് ഗഫലത്താണ് വലിയ കാരണം. വമിൻഹ, അതിൽപ്പെട്ടതാണ് മറ്റൊന്ന് അൽ ഇഹ്സാനു ഇലൽ ഖൽഖി, പടപ്പുകൾക്ക് ഉപകാരം ചെയ്യൽ എന്നുള്ളത് കൽബി ശർഹ്. വനഫ്ഉഹും, അവർക്ക് മറ്റുള്ള നഫ്അ ചെയ്തു കൊടുക്കലും. ബിമാ യുംകിനുഹു മിനൽ മാലി വൽ ജാഹി, കണ്ടോ, മാലിനാലോ ജാഹിനാലോ എന്താണോ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൽബിനെ വിശാലമാക്കും. വൻ നഫ്ഇ ബിൽ ബദനി, അതുപോലെ ശരീരം കൊണ്ട് ഉപകാരം ചെയ്യലില്ലേ, തടി കൊണ്ടെത്തിക്കല്, അത് ഐനുനി ബിഖുബത്തി എന്ന് പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ. വാൻ ബാൽ ഇഹ്സാൻ, അതുപോലെ ഇഹ്സാന്റെ പല അൻവാകളും. അതുകൊണ്ട് ഫഇന്നൽ കരീമൽ മുഹ്സിന, ഇഹ്സാൻ ചെയ്ത ഒരു കരീമായ ആള് അശ്റഹുന്നാസി സദ്റൻ, സദറിനാൽ വളരെ വിശാലമാണ്. വഅതയ്യബുഹും നഫ്സൻ, നഫ്സ് വളരെ തയ്യിബാണ്. വഅൻഅമുഹും ഖൽബൻ, ഖൽബ് വളരെ നഈമാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് എടുക്ക്. ഫഇൻ വൽ ബഖീലുല്ലദീ ലൈസ ഫീഹി ഇഹ്സാൻ, ഒരു ഇഹ്സാനും അവൻ്റെ കൽബിലില്ലാത്ത ബഖീലാരായിരിക്കും. അദിയഖുന്നാസി സദ്റൻ വഅൻകദുഹും ഐശൻ വഅദമുഹും ഹമ്മൻ വഗമ്മൻ, ഏറ്റവും ഹമ്മും ഗമ്മും തെങ്ങി നിറഞ്ഞ കൽബുകളായിരിക്കും. ആയിഷിനാൽ വളരെ കുടുസായിരിക്കും. കിട്ടിയ ദേശപ്പാടില്ല, എത്രയും ദാരിദ്ര്യം പോയി കിട്ടൂല. വമിൻഹ, കൽബിനെ വിശാലമാക്കുന്നതിൽ പെട്ടതാണ് അശ്ശജാഅത്തു, നല്ല ധീരത. ഒന്നിന് പേടിക്കൊടനായിട്ട് എനിക്കാവൂല എന്നുകൊണ്ട് ഒഴിഞ്ഞുമാറലുണ്ടല്ലോ, അത് കൽബിനെ കുടുസാക്കി കളയും. അശ്ശജാ, ഷജാഅത്ത് ഏതാണ്? കണ്ടമാനം ചാടി കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെയും എല്ലാ രംഗത്തും ഒഴിഞ്ഞു മാറുന്നതിനും നടുക്കുള്ള സാധനമാണ് ഇഫ്രാത്തുല്ല തഫ്രീത്തുല്ല. അതാണ് ഖസാലി ഇമാം പറഞ്ഞത്. ഒന്നിനും രംഗത്തിറങ്ങാതെ ഒഴിഞ്ഞു മാറുക, അത് എന്തായി? തഫരീത്തായി പോയി. എന്തിനടുത്ത് ചാടും? അടിഭാഗത്ത് അല്ലബാ കുഴപ്പം പാന്ന് പറഞ്ഞിട്ട് എന്താക്കും? കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കൽ, അത് മറ്റൊന്നാണ്. ഇഫ്രാത്ത് പോയി പോയി. രണ്ടിൽ നടക്കുന്നതാണ് ഷജാഅത്ത്. ഫഇന്ന ശുജാഅ മുൻശരിഹു സദ്ർ, എപ്പോഴും കൽബ് വിശാലമായക്ക് മുത്തസിമുൽ കൽബാണ്. വൽ ജബാനോ, പേടിക്കൊടലൻ എന്ന് പറയുന്ന, എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് മലയാളത്തിൽ എന്താ പറയല്? ബീരു.
അലിയക്കുന്നാസി സദറൻ വഹസറുഹും അഹ്സറുഹും കൽബ. കൽബ് വളരെ കുടിച്ചാണ്. ഒന്ന് കേട്ടാലും എനിക്ക് ധൈര്യമില്ല, ഒന്നും ചെയ്യൂല. ലാ ഫർഹത ലഹു വലാ സുറൂറ വലാ ലദ്ദത ലഹു. ജീവിതത്തിന് ഒരു സുഖം കിട്ടൂല, നഈമും കിട്ടൂല. പക്ഷെ ഇല്ലാ മിൻ ജിൻസി മാലിൽ ഹൈവാനി ബഹീമിയ. ബഹീമിയായ ഹൈവാന് കിട്ടുന്ന എന്തെങ്കിലും കിട്ടിയെങ്കിലേ, ബഹീമത്താകുന്ന ഹൈവാന് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും. മനുഷ്യ സഹജമായിട്ട് കിട്ടൂല എന്നാ പറയുന്നത്. വാമ്മ സുറൂറു റൂഹി, റൂഹിന്റെ സുറൂറോ അതിന്റെ ലദ്ദത്തോ ഫമുഹറമുൻ അലാ കുല്ലി ജബാൻ. ഭീരുവായ മനുഷ്യന് അത് മുഹറമാണ്, കിട്ടൂല. ഫിഖഹിയായ ഹറാമല്ല ഉദ്ദേശിക്കുന്നത്, കിട്ടൂല എന്നർത്ഥത്തിനാണ്. കമാ ഹുവ മുഹറമുൻ അലാ കുല്ലി ബഖീൽ. അതുപോലെ എല്ലാ ബഖീലിനും അങ്ങനെ തന്നെയാണ്, അവനിക്കും കിട്ടൂല. മുലഖസൻ ഇത് ചാഹ് ഉപയോഗിച്ചിട്ട് ഇബ്രാനാജിക്കാരനെ വിളിച്ചാക്കാരൻ നടക്കുന്ന അവിടെ പോകുമ്പോൾ തന്നെ ആളെണീച്ച് കൈകോപ്പി എന്നെന്താ അജേറ് വന്ന് ഇജാക്കുന്ന കാര്യം റെഡി. ഇങ്ങനത്തെ പൈസ കൊടുത്തിനാ ജാഹ് ഇന്നാളെ കൂട്ടിയാൽ മതി എന്നായല്ലേ. വലില്ലാഹി ദർറു ബഅദിഹിം. ചിലരെ മഹത്വം പറയുന്നു ഹൈസു യഖൂലു ഫീ മദ്ഹിൽ ഇൽമി വദമ്മിൽ ജഹലി. അതിലെന്താക്കും, ഇൽമിൻ്റെ മദ്ഹും പറയും, ജഹലിൻ്റെ ദമ്മും പറയും. അതുപോലെ അതിൻ്റെ അഹലുകാർക്കുള്ള മദ്ഹ് ഇൽമിൻ്റെ, ജഹലിൻ്റെ അഹലുകാർക്കും പറയും. അന്നേരം ഒരു ഭാര്യ ശ്രദ്ധിക്കാണ്ട്, ഞാനൊന്ന് പറഞ്ഞുതരാം. മഅൽ ഇൽമി ഫസ്ലുക് ഹൈസു മാ സലകൽ ഇൽമു വഅൻഹു ഫകാശിഫ് കുല്ല മൻ ഇൻദഹു ഫഹുമു സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി. മഅൽ ഇൽമി, ഇൽമിനോടൊപ്പം ഫസ്ലുക് നീ സഞ്ചരിക്കുക. ഫസ്ലുക് മഅൽ ഇൽമി ഹൈസു മാ സലകൽ ഇൽമു. ഇൽമ എവിടെയാണോ സഞ്ചരിച്ച പാത, ആ പാതക്കൊപ്പം നടക്കണം നീ പോകണം. വഅൻഹു, ഇൽമിനെ പറ്റി ഫകാശിഫ്, തുറന്ന് ചർച്ച ചെയ്യുക. മുകാശഫ ആരോട്? കുല്ലമൻ ഇൻദഹു ഫഹുമു, ആർക്കെല്ലാം ഇൽമ തിരിയുന്ന ഫഹമുണ്ടോ അവനോടെല്ലാം. ഒരു ഇൽമ വിഷയം എടുക്കുക, എന്നിട്ട് എന്താക്കണം, അതിനെപ്പറ്റി തോല് പൊളിച്ചിട്ട് എന്നെ ബഹസും മുബാഹസും ചെയ്തിട്ട് ഫഹമുള്ളാക്കുക. ഫഹമില്ലാത്ത ആളെ ഇങ്ങനെ നടന്നുണ്ടാകും എല്ലാവരും അല്ലേ. അപ്പൊ ഇൽമിന്റെ മഹത്വം അറിയുന്നു. ففيه جلاء للقلوب من العمى وعون على الدين الذي أمره حتم. ففيه ആ ഇൽമിലുണ്ട് ജിലാഉൽ ലിൽ ഖുലൂബി, കൽബിന് വെളിച്ചം നൽകലുണ്ട്. മിനൽ അമാ, കുരുടിനെ തൊട്ട്. അപ്പൊ കുരുടായ കൽബുകൾക്ക് വെളിച്ചം കിട്ടും. എന്തുകൊണ്ട്? ഇൽമു കൊണ്ട്. വഅഉനുൻ അലദ്ദീനി, ദീനിന്റെ മേൽ സഹായമാണ്. അല്ലതി, എങ്ങനത്തെ ദീനാണ്? അമ്രുഹു ഹതുമുൻ, അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കൽ നിർബന്ധമാണല്ലോ. അമ്ര എന്നുള്ളത് നെഹിയും വിട്ട്, അമ്രും നെഹിയും ഹത്തുമാണ്. അതായത് അമ്രിനെ എടുക്കലും നെഹിയെ വർജിക്കലും ഹത്തുമാണ്. അങ്ങനെയുള്ള ദീനിന് സഹായകമാണ് ഇൽമ്. എന്നിട്ടോ ഫഇന്നി റഅയ്തുൽ ജഹല യുസ്ദി ബിഅഹ്ലിഹി വദൽ ഇൽമി ഫിൽ അഖ്വാമി യർഫഉൽ ഇൽമു. ഫഇന്നി, ഞാൻ റഅയ്തുൽ ജഹല, ജഹലിനെ കാണുകയാണ്. യുസ്ദി ബി അഹ്ലിഹി, ആ ജഹലിൻ്റെ അഹലുകാരെ നന്ന നിസ്സാരതയിലേക്ക് എത്തിക്കും. യുസ്ദി, ഇസ്ര എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരപ്പെടുത്തുക, നിന്ദിക്കുക. ഇതിൻ്റെ ജഹലിൻ്റെ അഹലുകാരെ അങ്ങനെ നമുക്ക് അനുഭവത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതെന്തായി? ജഹിലിൻ്റെ അഹലുകാരുടെ ഒരു ദമ്മായി എന്ന് നോക്കണേ. വദൽ ഇൽമി, ഇൽമിൻ ഉടയാളെ കാണുന്നു. റഅയ്തുൽ ജഹലാന്റെ ഇപ്പുറം ഇൽമുടയാളെ കാണുന്നു. ഫിൽ അഖ്വാമി, ജനങ്ങളുടെ കൂട്ടത്തിൽ, സമൂഹ മധ്യേ. യർഫഉൽ ഇൽമു, ഇൽമു അയാളെ വളരെ ഉയർത്തി വെച്ചിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായി? ഇൽമിന്റെ മഹത്വം ഉണ്ട്. അതിന്റെ അപ്പുറം നോക്ക്. യുഅദ്ദു സഗീറൽ ഖൗമി വഹുവ കബീറുഹും വയൻഫുദു മിൻഹു ഫീഹിമുൽ ഖൗലു വൽ ഹുക്മു. ഇതാരാണ് ഇൽമിന്റെ മഹത്വം പറയുന്നത്? ടർക്കി വെച്ച് കേട്ടെന്ന്. യുഅദ്ദു, കണക്കാക്കപ്പെടും. ബഷീർ സാദേ, യുഅദ്ദു കണക്കാക്കപ്പെടും. സഗീറൽ ഖൗമി, അപ്പൊ യുഅദ്ദുവിന്റെ നായിബ് ഫായിൽ എവിടെ? ഇത് എല്ലാം ഗായിബാക്കി നമീറാക്കണം. ഇൽമുടയോളി, അപ്പൊ നേരെ മടക്കിയാണ് ഇൽമുടയോളിയാക്കി മടക്കണം. അപ്പൊ യുഅദ്ദു, ആ ദുൽ ഇൽമ്
കണക്കാക്കപ്പെടും. സഗീറൽ കൗമി, കൗമിൽ സഗീറായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞ് നോക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വന്നാൽ യുഅദ്ദുന് നായിബ് ഫായിൽ ആരിപ്പ? നായിബ് ഫായിൽ ലാഹിറായ ഇസ്മാണോ അല്ല ദുല്ലിൻമിൽ ദമീറാണോ? അപ്പം വല്ലുൽമാകുന്ന അവസരത്തിൽ അല്ലുൽമിലേക്ക് മടങ്ങുന്ന ദമീർ അല്ലേ? അയാളെ കണക്കാക്കപ്പെടും, സഗീറൽ കൗമായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറയുമ്പോൾ അയാൾ താണടയില്ലേ? ഞാൻ പറയുന്ന നിഷ്കാലാക്കൽ ആർക്കും തിരിട്ടില്ല. ആര് യുഇദ്ദു എന്ന് പറഞ്ഞാൽ ആരുണ്ടെന്ന്? അപ്പം മർഫൂആയി. യുഇദ്ദു എന്ന് അയാൾ കണക്കാക്കുന്ന ആര്? ഫായില്. അയാളെ കണക്കാക്കൂലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇൽമിനെ തവാളുവിൻ്റെ ആളാകുന്ന പറയുന്നത്. അപ്പൊ അയാൾ എന്താക്കും? യുഇദ്ദു എന്ന് നോക്ക്. അയാൾ കണക്കാക്കും സഗീറൽ കൗമി, കൗമിന്റെ സഗീറായിട്ട് കണക്കാക്കപ്പെടുന്ന ഹാലായി. വഹു എത്തരത്തിൽ വഹു കബീറും, അയാളെ കൂട്ടത്തിൽ വലിയ ആളാണ്. അങ്ങനെ വരുമ്പോൾ എന്താകുന്നല്ലോ? അയാൾ വലിയ തവാളുവിൻ്റെ ആളാണെന്നാണ് ഖായത്ത് മാഫിൽ ബാബ് കിട്ടുക. അതിനപ്പുറം പറഞ്ഞു കേട്ടെ, വയംഫദു മിൻഹു, അദ്ദേഹത്തിൻ്റെ വാക്കൽ നിന്ന് തുളച്ച് കയറും, ഫീഹിം കൗമില് അൽ ഖൗലു വൽ ഹുക്കും, അദ്ദേഹം പറയുന്ന വാക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ജനങ്ങളിൽ അംഗീകരിക്കപ്പെട്ട് തുളച്ച് കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ യുഇദ്ദു സഗീറൽ ഖൗമി വഹുവ കബീറും, അയാൾ കബീറായിരിക്കവേ, വഹുവ കബീറും ജുംല ഹാലി. നഹ്വിൻ്റെ ആളാൾ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ കണക്ക് തുമ്മിയല്ല അവിടെ വിഷയം തീരുമാനിക്കുക. കബീറായിരിക്കവേ അയാൾ സഗീറായി കണക്കാക്കും എന്ന് പറഞ്ഞാൽ അയാൾ വളരെ തവാളോടുകൂടി കഴിയുന്നുണ്ടെന്ന ഭാഗത്ത് കിട്ടിയത്. എന്നിട്ട് അയാളൊരു തീരുമാനം പറഞ്ഞു, അയാളൊരു ഹുക്കുമ ചെയ്താൽ ജനങ്ങളിൽ എന്താക്കും? വളരെ ഫലവത്തായി തുളച്ച് കയറുന്ന ഇപ്പം വന്നത്. ഇനി മറ്റൊരർത്ഥം വെച്ചാട്ടെ, യുഇദ്ദു വട്ടെ, യുഅദ്ദു അയാളെ കണക്കാക്കപ്പെടും, അയാൾ കണക്കാക്കപ്പെടും സഗീറൽ കൗമി, കൗമിൽ സഗീറായിട്ട് കണക്കാക്കും. എത്തരത്തിൽ വഹുവ കബീറും, ഇയാൾ വലിയ ആളാണ്. അപ്പോൾ ഇയാൾ വലിയ ആളെന്നെ ജനങ്ങളെ കാഴ്ചയിൽ ഇയാൾ സഗീർ, ഒന്നും കൊള്ളാത്ത ആൾ. അതെങ്ങനെ? എന്നിട്ട് അയാൾ പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യമാവുക. അങ്ങനെ ഉണ്ടാകില്ലേ? നിഷ്കാലാക്കാൻ തിരിഞ്ഞെങ്കിലേ ഈ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഫകാശിഫും കുല്ലമല്ലഹു ഫഹുമുൻ ഇൻദഹു ഫഹുമുൻ എന്ന് പറഞ്ഞത്. ഫഹുമുള്ള ആളുമായിട്ട് ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ഇൻഖിലാബായി പോയോ? യുഅദ്ദു കബീറൽ എന്തെന്ന് അയാൾ എന്താക്കുന്നത്? കണക്കാക്കപ്പെടും കബീറൽ ഖൗമി, കൗമിൻ്റെ കൂട്ടത്തിൽ വലിയ ആളായിട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കണക്കാക്കിയ പോലെ കണക്കാക്കും. എത്തരത്തിൽ വഹുവ സഗീറുഹും, കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളായിരിക്കും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന ചെറിയ പ്രായത്തിൻ്റെ വിധത്തിൽ അത് മുഷാവറ എമ്പറ്റി ചേർത്തിനാല് ഉമർ റളിയല്ലാഹു അൻഹു മറ്റുള്ള ആൾ ആക്ഷേപിച്ച് നമ്മളെ പേരെ മക്കളെ വയസ്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടിനെ കൊണ്ടാട്ട് മുഷാവറയിൽ ചേർക്കാനാണ്. അപ്പോഴാണ് ആയത്തോതിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഇൻഖിലാബായി പോയതാണ് തോന്നുന്നു. യുഅദ്ദു കബീറൽ ഖൗമി വഹുവ സഗീറുഹും. എന്നിട്ടോ അവർ പറഞ്ഞാൽ എന്താ? ചെറിയ ചെക്കനാണ് പറഞ്ഞതെങ്കിലും വയൻഫുദു മിൻഹു ഫീഹിമുൽ ഖൗലു വൽ ഹുക്മു. നാവ് നോക്ക്, എന്നാ അങ്ങനെ കണ്ണും ചിമ്മ അംഗീകരിക്കണമെന്നില്ല. നമുക്ക് മായന വെക്കണം. ഏത്? അതെ, അന്ന് നബി സല്ലല്ലാഹു 35 വയസ്സ്. എന്നെ പറയുന്നത് ഇൽമില്ലാത്ത ആളെ അവസ്ഥയെന്ന്. ഒരു മനുഷ്യന് എന്താണ് ഇനി പ്രതീക്ഷ? അയാളെ തല നരച്ചിരിക്കുന്നു, നിശ്ചപ്രായം കൂടി അല്ലേ? വാഫിന ഷബാബൻ, അയാളെ യുവത്വം അത് നശിച്ചു തീർന്നു, ഷബാബിനെ നശിപ്പിച്ച്. എത്തരത്തിൽ മുസ്തഅജിമുൻ, മുസ്തഅജിമിന് നാലാമത്തെ കൂട്ടത്തിൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ ഒന്നുമില്ലാത്തന്ന് മുസ്തഅജിമ് എന്ന് പറയുന്നത്. അവിടെ എല്ലാം വായും പൊട്ടി എന്നുള്ളൂ, അയാൾക്കൊന്നും പറയാനൊന്നും അറിയില്ല. അതുപോലെ ഫദ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അഹ്മഖുൽ ജാഫി,
അൽ അയ്യു അനിൽ കലാമി, കലാമിനെ തൊട്ട് പറയാൻ ഒന്നും കഴിയാത്ത ബേഡനി എന്ന് പറയും. നമ്മളിങ്ങോട്ട് എഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഡിയറ്റ് ആയിക്കൊണ്ട് അതാ മുഡ്യറ്റൻ, എഡിയറ്റ് ആക്കപ്പെട്ടതായ സ്ഥിതിയിലും ഒന്നും മുണ്ടാൻ കഴിയാത്ത ആളായിട്ടും അവൻ്റെ ശബാബ് അങ്ങനെ അലഞ്ഞു തീർന്ന് തലയും നരയും ബാധിച്ച് തൊണ്ടനായി. ഇനി എന്ത് റജാക അവിടെ വെക്കാൻ പറ്റുന്നത്? എന്നിട്ടോ യറൂഹു വയഖ്ദുദ്ദഹർ, അന്ന് മനസ്സിലാവുന്നുണ്ടോ? യറൂഹു വയഖ്ദുദ്ദഹറ സാഹിബ ബത്നിഹി, വയറ്റിൻ്റെ ഉടമയായിക്കൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും വയറൻ ഓർക്കണം. വയറ്റിൻ്റെ ഉടമ ബാരൻ, സാപ്പാട്ട് രാമൻ. എന്നിട്ടോ തറാക മഫിയഹ്ശാഇഹി, അവൻ്റെ പള്ളകളിൽ ഭയങ്കരമായ അട്ടിയായിട്ട് വണ്ണം വെച്ചിരിക്കുന്നുണ്ട്. അശ്ശഹമു വല്ലഹമു, മാംസവും കൊഴുപ്പും ഇതായി വയറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. ഇൽമില്ലാത്ത ഒരാളെ പറ്റി വർണ്ണിക്കുകയാണ്. ഇദാ സുഇലൽ മഹ്റൂമു അൻ ഹാലി അഹ്ലിഹി അംദിഹി ബദത് റൂഹല്ലാഉൽ അയ്യി ഫീ വജ്ഹിഹി തസ്മൂ, ഇൽമിനെ തൊട്ട് തടയപ്പെട്ട ഒരു മഹ്റൂമായ മനുഷ്യൻ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിച്ച് എന്നെന്താകും? അയാളെ അയ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ വേർപ്പ് തുള്ളികൾ എന്താക്കും? ഇങ്ങനെ മുഖത്തിങ്ങനെ ഒലിക്കാൻ തുടങ്ങുന്നുണ്ടാവും. പേടി കൊണ്ടോ അല്ലെങ്കിൽ പെണിയേറിയിട്ടോ വെപ്രാളത്തെ സമയത്തോ ഒലിക്കുന്ന വേർപ്പിനെന്ത് പറയും? റുഹല്ലാ എന്ന് പറയും. പണ്ട് എഞ്ചിനീയർ ആയ മാതിരി അനിപ്പം കുറവുണ്ടാവും. എഞ്ചിനീയർ വലിയ ആളായിട്ട് പ്ലാനെല്ലാം വരച്ച് സൈറ്റും വരച്ച് റോഡും വരച്ച് അതും വരച്ച് ഇതും വരച്ചെല്ലാം കൊണ്ടാണ് ആളെയും കൂട്ടിയിട്ട് വന്നിട്ട് കണ്ടപാട് ഞാൻ പറഞ്ഞ സൈറ്റ് മതിയാവില്ല പ്ലാനിൽ നിന്ന് എല്ലാവരും അവിടെ ഒച്ചപ്പാടായി. നമ്മൾ നടന്നു നോക്കിക്കോ, മതിയാവും അടിച്ചോ. അനിവുണ്ടെന്ന് ഒരുപാട് ജനക്കൂട്ടുണ്ട്. ഇയാളെന്താക്കി വേർക്കാൻ തുടങ്ങി ടോലെടുത്തിട്ട് ഇത് തുടച്ച് ഇപ്പത്തെ കൈമലേക്ക് ഇപ്പത്തെ കൈമലേക്ക് കണ്ടുപടയാൻ മതിയാവില്ല. അവൻ വേറാൾക്ക് ബേജാറായപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, കുറ്റിയും കോലും സൈറ്റും എന്താ ഞാനാക്കി തരാൻ പറഞ്ഞു. എങ്ങനെയാക്കല് 9% റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായാലും 50% അയാൾക്കറിയില്ല. 9% റെഡ്യൂസ് ചെയ്യില്ലേ? അപ്പം എന്താക്കണം, ഓരോ നമ്പറിൽ ഇടാനുള്ളതിന് 50% 0.91 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടി. ഒന്നും വേണ്ട, ഇടത്തെ സംഖ്യ ഗുണിക്കണം, ദശമൽ 91 കൊണ്ട് അടിച്ച 9 മൈനസ് ചെയ്തു. വേഗം കണക്കുണ്ടിരിക്കും. അപ്പം 400 സ്ഥാനത്ത് എത്ര എണ്ണം വശം നോക്കിയിട്ടെ? 400 ഗുണിക്കണം, നോക്കറാ 0.91. 9% മൈനസ് ചെയ്താൽ 1.91 അതന്നെ 400 സ്ഥാനത്ത് 364 സംഗതിയായി. അപ്പം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. കുടുങ്ങിയിട്ട് കുറച്ച് വേർപ്പല്ലോ കേടും കറയെല്ലാം ഇങ്ങോട്ട് പോട്ട് കൊളസ്ട്രോളെല്ലാം ഒന്ന് ലയിക്കണം. അപ്പം ഇയാൾക്ക് വേർപ്പൊഴിക്കുന്നതാണ്. ഒന്നും അറിയിച്ച് ഒരു സ്വാഗതം പറയാൻ പറഞ്ഞാൽ മതി. അവിടെ കൈയും കാലം ബർച്ചാകപ്പാടെ കൊൽമാർ സക്രാത്തുൽ മൗത്ത് അപ്പം തന്നെ ഉണ്ടാവും. എന്നിട്ടോ കാഴ്ചയാൽ ഇത്രയും വികൃതമായ ഇത്രയും മോശപ്പെട്ട ഒരു വസ്തുവിനെ നിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോന്ന്? ഒരു ശഖ്സിന്റെ വക്കൽ നിന്ന് എങ്ങനത്തെ ശഖ്സ്? ലാ ഇൽമു ലദൈഹി വലാ ഹിൽമു, അദ്ദേഹത്തിന് ഇൽമുമില്ല ഹിൽമുമില്ലാത്തൊരു ശഖ്സിനെ കാണാം. അതാ മന്ദറാൻ അക്ബഹ മന്ദറം മിന ശഖ്സ്, ഒരു ശഖ്സിനേക്കാൾ ഇസ്മു തഫ്ദീൽ വന്ന മിന്നെന്താകും? തഫ്ദീലിയാവിനല്ലത്. ഇനി എന്ത് വേണം? ഇൽമിന്റെ റിവായത്ത് ചെയ്യുന്ന ആളുകളോട് നീ കൂടിപ്പരങ്ങണം. അതിൽ നിന്ന് ഖൈറുള്ളവരോട് നീ സുഹബത്ത് കെട്ടണം. അവരോടുള്ള സുഹബത്ത് എന്നുള്ളത് ദീനാണ്. അവരെ കൂടിക്കലരുക എന്നുള്ള വലിയ ഗനീമത്തെടുക്കലാണ്. അവരെ തൊട്ട് നിന്റെ കണ്ണ് തെറ്റിക്കാൻ പാടില്ല. ഫഇന്നഹും നുജൂമുൻ, അവർ നക്ഷത്രമാണ്. ഒരു നജ്മ് അസ്തമിക്കുമ്പോൾ മറ്റൊരു നജ്മ് ഇവിടെ ഉദിച്ചു വരും. അതിൻ്റെ ഖലീഫമാർ എന്താക്കും? അല്ലാഹു തആല പടക്കും.
فوالله لولا الله ما اتضح الهدى وما ألاها من غيب السماء لما نجم. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇവിടെ ഹിദായത്ത് വെളിപ്പെടൂല. ആഗോള സമാഇന്റെ ഗൈബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുകയും ചെയ്യൂല. അദ്ദേഹത്തെ നോക്കിയിട്ട് ഒമാലാഹ അത് ഹിസ്സിലേക്ക് നോക്കിച്ചു. അള്ളാഹു തആലയുടെ അനുഗ്രഹം കൊണ്ട് നക്ഷത്രമോ ചന്ദ്രനോ ഉദിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ എന്താവൂല, വെടി തെളിയൂല. അതുപോലെ ഇത്തരത്തിലുള്ള ഉലമാക്കൾ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഹിദായത്തും തെളിയൂല. അങ്ങനെ ഉണ്ടല്ലോ, ഫീലും തോന്നില്ല. അത് ശരിക്കും അതിയാൽ 2 പേജേ ഉള്ളൂ. സമയം കൂടി പോയി. ഇതാണ് വെക്കാം. നിബ്രാനദിക്കൊരു ഒപ്പിട്ടാൽ മതി.